തിരക്കുകളും മറ്റു പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ 3 ദിവസം എല്ലാം പരിപൂർണമായിട്ടും മറന്നുകൊണ്ട് അന്തേവാസികളായ ഗുരുവിന്റെ സന്നിധിയിൽ ഈ 3 ദിവസം ഇരുന്ന് ഇവിടെ മനോഹരമായ കാര്യപരിപാടികൾ സംഘാടകർ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ ഹോമയജ്ഞം, പ്രാർത്ഥന, അതുപോലെ വൈകിട്ട് മനോഹരമായ ഭജനകളുണ്ട്. ഇന്നത്തെ കാലത്ത് अस्मदाचार्य परिन्दा शिष्य संघानिदा शुभा गुरु चैतन्य समन्विता सुरेश्वरं निरीश्वरं गजेश्वरं गणेश्वरं माहेश्वरं समाश्रये परापरं निरन्तरं जय गणेश जय गणेश जय गणेश पाहि मां जय गणेश जय गणेश जय गणेश रक्ष मां जय गणेश जय गणेश जय गणेश पाहि मां जय गणेश जय गणेश जय गणेश रक्ष मां.
വലത്തേക്ക് ഉയർന്നു വന്നിട്ട് ചെവിയോട് ചേർന്ന് വരുന്ന രീതിയിൽ ബെൻഡ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇടത്തിലെ ചെവിയോട് ചേർന്ന് വരിക. ഓക്കെ, 1 2. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈ ഇങ്ങനെ പുറകോട്ട് തിരിക്കുക, ടേൺ ചെയ്ത് വരിക. അപ്പൊ നമ്മൾ പുറകോട്ട് ഇങ്ങനെ ടേൺ ചെയ്തു. അപ്പൊ കൈകൾ ഇങ്ങനെ മുട്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് ശ്രമിക്കുക. ഇങ്ങനെ 1, അവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരിക. വീണ്ടും മറ്റേ 2, ശ്വാസം വിട്ടുകൊണ്ട് പുറകോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് 3. അതിന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന അനു സാറിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പിന്റെ ആചാര്യനും സ്മൈലിന്റെ ആചാര്യനുമായ സ്വാമിജിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ക്യാമ്പിന് വേണ്ടി ഇവിടെ ഒരുക്കി തന്ന ലാൽമോഹൻ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡാനി ടീച്ചറിനെയും ബിൻസാൽ സാറിനെയും സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ. അധ്യാപകരായിട്ട് ഈശ്വരീയതയും ദൈവികതയും ധാർമ്മികതയും ഉണ്ടെങ്കിൽ പ്രിൻസിപ്പൽ മനസ്സാക്ഷിയായിട്ടുള്ള വിദ്യാലയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റായ വഴിക്ക് പോകില്ല. ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവുന്നത് ആ തരത്തിലാണ്. കൂട്ടുകാർ പല പ്രലോഭനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നവരായിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഇത്തരം ആധ്യാത്മികമായ കാര്യങ്ങളിലും നമ്മുടെ സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളോടൊപ്പം ചേരുന്ന കുട്ടികളുടെ ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതല്ല, നമ്മളുടെ ഇൻഫ്ലുവൻസ് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു വെച്ചിട്ട് അവന്റെ കൂടെ പോകുക എന്നുള്ളതല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടി അവരുടെ ജീവിതത്തിൽ കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. ആ തരത്തിൽ നമുക്ക് ചിന്തിക്കണം. നമ്മളൊപ്പം നിൽക്കുന്നുണ്ട്, നമ്മൾ റെസ്പെക്ട് ചെയ്ത് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്, ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായി. ഞാൻ കാര്യം വെച്ചിട്ട് നിങ്ങളുടെ ആദ്യത്തെ ഗുരു ആരാണ്? ആദ്യത്തെ ഗുരു ആര്? അമ്മ നിങ്ങൾ എന്താ ആദ്യത്തെ പഠിച്ചത്? ഇനി ശ്വാസം വിടാനും പാടില്ല, എടുക്കാനും പാടില്ല. ശ്വാസം ഉള്ളിൽ നിറഞ്ഞിരിക്കുക. അഥവാ ശ്വാസം വിടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണ് തുറന്നിട്ട് വിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. ശ്വാസം ഉള്ളിൽ നിറച്ച് വയ്ക്കുക. എടുക്കാനും പാടില്ല, വിടാനും പാടില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും മനസ്സിൽ നന്മയുണ്ടോ എന്ന്. കാരണം ഭാഷ എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. നിങ്ങൾക്ക് ഇഷ്ടം കൊയിലിനെയാണോ കാക്കയാണോ? വീടിന് ഉപകാരം കൊയിലാണോ കാക്കയാണോ? അപ്പൊ വീടിന് ഉപകാരം ചെയ്യുന്ന കാക്കയെ കല്ലെറിഞ്ഞ് ഓടിച്ചു വിട്ടിട്ട് കാണാൻ പറയത്തിരുന്ന കൊയിലിന്റെ ശബ്ദത്തിൽ നമ്മൾ കാതോർക്കുന്നത് എന്തുകൊണ്ടാ? ശബ്ദം ഒരു സംസ്കാരമായതുകൊണ്ടാണ്. ചിലരോട് സംസാരിച്ച് നമ്മൾ പറയാറില്ലേ, നല്ല തറവാടിത്തുള്ള വീട്ടിലെ ആൾക്കാർ അന്ന് പറയും. ചിലരോട് സംസാരിച്ച് 2 വീട്ടിനകം പറയും ആ തറവാടിത്തത്തിന്റെ വാടിത്തം മാറിപ്പോയത്. ഈ ശബ്ദം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്. അപ്പൊ ആരെയും ഇഷ്ടം കൊയിലിനെയാണോ കാക്കയാണോ ഇഷ്ടം? ഇഷ്ടമുണ്ടിരിക്കുന്ന നമ്മൾ പറയണം അവിടെ പോയിരിക്കും, 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. നമ്മൾ പോയിരിക്കും, പക്ഷെ പോൺ വഴിക്ക് എന്തായിരിക്കും മനസ്സിൽ പറയുന്നത്? ഇവരൊക്കെ ആരോട് പണി കൊടുത്തത്. കാരണം ഒരു ചിരിച്ചോണ്ടാണ് പറയുന്നെങ്കിൽ 1.5 മണിക്കൂർ ഇരുത്തിയാൽ നമുക്ക് കുഴപ്പമില്ല, വേറെ പിടിക്കാം. അല്ലെ? അപ്പൊ അത് തെറ്റാണെന്ന് അച്ഛനും അമ്മയും പറയുന്നു. അതിനോട് നിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ എന്തുകൊണ്ടും പറഞ്ഞോ? അങ്ങനല്ല, പിന്നെ അഭിപ്രായം തൽക്കാലം രേഖപ്പെടുത്തില്ല. എന്തായാലും നമുക്ക് പിടിക്കുന്നതിന് എതിർപ്പൊന്നുമില്ല. പിടിക്കുന്നതിന് പിടിച്ചോട്ടെ. അങ്ങനൊന്നുമില്ല. എനിക്ക് എതിർപ്പ് ഉണ്ട്. പിടിക്കണ്ടെന്നാണോ പിടിക്കണമെന്നാണോ? പിടിക്കണ്ട. നിനക്ക് ആരും കിട്ടാത്തതാണോ? നിനക്ക് പിടിക്കാൻ പറ്റാത്തവളെ കിട്ടാത്തതുകൊണ്ടാണോ നിനക്ക് എതിർപ്പ്? അല്ല. പിന്നെ ഇതിനെ തെറ്റെന്താവണം? തെറ്റെന്ന് പറയുമ്പോ അതിനൊരു കാര്യം പറയണ്ടേ? നമുക്ക് എന്താ ഉള്ളത്?
നീ ലോകത്തല്ലായിരുന്നു. പരിപ്പുള്ള പറയാൻ പോയി നീ. ഒരു ആൺകുട്ടി പെൺകുട്ടി സ്കൂൾ വരാതിലൂടെ കൈപിടിച്ച് നടന്നു പോകുന്നത് തെറ്റാണോ ശരിയാണോ? നിന്റെ അഭിപ്രായം ചോദിച്ചതുകൊണ്ട് എനിക്ക് ശരിയാ, പക്ഷെ ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യം വിടുക. അതുകൊണ്ട് അവരെ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് ശരിയാണ്, കുഴപ്പമില്ല. അപ്പൊ ഇത് തെറ്റാണെന്ന് മാതാപിതാക്കളും അധ്യാപകരൊക്കെ പറയുന്നു, അങ്ങനല്ലേ പറയുന്നത്? അത് ശരിയാണെന്ന് ഞാൻ ചോദിച്ചത്. തെറ്റാണ്. അപ്പൊ അവരങ്ങനെ പറഞ്ഞത് ശരിയായില്ല. അത് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് അസൂയ. അങ്ങനെ ചോദിച്ചാണോ? ചിലപ്പായിരിക്കും. വേറെന്തെങ്കിലും ഉണ്ടോ? അവരുടെ പിള്ളേര് വഴി തെറ്റിപ്പോകുന്ന കൈ പിടിച്ചാൽ വഴിതെറ്റിപ്പോണം. കൈ പിടിച്ചാൽ വഴിതെറ്റിപ്പോ. അവർക്കത് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് ചോദിച്ചത്? എന്തുകൊണ്ടായിരിക്കും വഴിതെറ്റിപ്പോകുന്നത്? നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കുന്നു അവരോ? നാട്ടുകാര് അപ്പൊ നാട്ടുകാര് പ്രശ്നക്കാരാണോ? നാട്ടുകാരെ പ്രശ്നമാണോ? മോടെ സമയത്താ കുറിച്ചുള്ളവർ മുഴുവൻ പ്രശ്നക്കാരാണോ? അതെ. മൊത്തത്തിൽ വെരി ഗുഡ്. കൈയടിക്കുന്ന കാര്യത്തിൽ പോലും ചിലരൊക്കെ ഇങ്ങനെ അലംഭാവം കാണിക്കുന്നുണ്ട്. പറ്റിക്കൽസ് ഉണ്ട് ചിലർക്ക്. അപ്പൊ കൈയടിയിൽ പറ്റിക്കൽസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പുതിയൊരു ടെക്നിക്ക് അവതരിപ്പിക്കാൻ പോവാണ്. എല്ലാവരും കൈയടിക്കുമ്പോൾ തലയുടെ മുകളിൽ കൈയടിക്കണം. അപ്പൊ ഇങ്ങനത്തെ പരിപാടിക്ക് അവസാനിക്കും. മുകളിലായിരിക്കണം കൈയടിക്കും. ഉഷാറായിട്ട് റെഡിയല്ലേ? ോടെ നല്ല ശൂലം കുത്തി പിന്നെ അമ്പലം മൂന്ന് കൊല്ലത്ത് വെച്ചു ശരിയോടൻ കാലത്ത് അമ്പഴിഞ്ഞ് പിന്നെ താളത്ത് കുമ്പി അടിപ്പമോടെ ഏതണ്ടാനേ അറിയറിയാം നല്ല ചൂടം കിട്ടി പിന്നെ അമ്പലം മൂന്ന് മല കുഴച്ചു കാലത്തീരം പണിഞ്ഞു പിന്നെ തളത്തിൽ കുമ്പി അടുപ്പമോടെ തണ്ടാനേ താനേ തണ്ടാനേ താനേ 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 തണ്ടാനേ തണ്ടാനേ താനേ താങ്ക് യു ആൾ. ബൈ. രണ്ടിലും ജീവിക്കാൻ പറ്റും. ഈ തായിലും വെള്ളം കുടിക്കുന്ന സാധനമാണ്. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് നീന്തി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അത് അത്രയും നല്ലൊരു വെള്ളത്തിനാണ് കടഞ്ഞത്. ഒരു പരുന്ന് മേളിൽ കൂടെ പറന്നു പോകുന്ന കണ്ടിട്ടല്ലേ ആ പരുന്ന് ഇങ്ങനെ ആലോചിച്ചത്. അപ്പോഴത്തേക്ക് ആ പരുന്നിന് അത് കണ്ടു തന്നെ പ്രേമിക്കാറുന്നല്ലോ. അപ്പൊ കോഴിക്കുഞ്ഞുങ്ങളല്ലേ വിളിച്ചത്. എന്ത് പറയാൻ നിന്റെ മുണ്ടാട്ടം മുട്ടിയാ?
പറഞ്ഞോളൂ, ഉത്തരം കൊടുക്കാൻ വേണ്ടി ചെറുപ്പളെ അവിടെ ഐഡിയാസ് കാണും. ബാലുവിന്റെ ആൻസർ വേറെ ആരെങ്കിലും ഉണ്ടോ? ചിലപ്പം അത് കുറെ വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് ലാസ്റ്റ് അതിന് ചിലപ്പം പറക്കാൻ പറ്റിയ അതിന് പറക്കാനുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും കിട്ടിയിട്ടില്ല. പിന്നെ അതെങ്ങനെ പറക്കാൻ ശ്രമിക്കാനാണ്. പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കുറെ വട്ടം ട്രൈ ചെയ്താൽ ഉറപ്പായിട്ടും സാധിക്കും. കുറച്ച് അറിവുകളെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ ട്രൈ ചെയ്യാനാണ്? ആ പക്ഷി പറക്കുന്നത് ചിറകുകൊണ്ടല്ലേ, അപ്പം അത് കണ്ട് പഠിച്ചിരുന്നെങ്കിൽ അതിന് പറ്റിയ കോഴികൾക്ക് വളരെ ചെറിയ ചിറകാണുള്ളതിന്, ഈ പരുന്തിന് വലുതും. അപ്പോൾ അതിന് ഒരിക്കലും കണ്ണാടി ഇല്ലാതെ തന്നെ ബോഡിയിൽ എന്തൊക്കെയുള്ളതെന്ന് കാണാൻ സാധിക്കത്തില്ല. കണ്ണാടി ആര് കൊണ്ടുവരാണ്? അതിനറിയത്തില്ല തന്നെ ബോഡിയിൽ എന്ത് ഉപകരണം കൊണ്ടാണ് പറക്കുന്നത്. അവര് ഒരു പൊട്ടക്കിണറ്റി കഴിഞ്ഞപ്പോ അവര് വിചാരിച്ചു ഏറ്റവും വലിയ ലോകം ഞങ്ങളിൽ കിടക്കുന്ന ലോകമാണെന്ന് വിചാരിച്ചു. അപ്പൊ അവരോട് വേറൊരു തവള പറഞ്ഞു, അങ്ങ് അകലൊരു ലോകമുണ്ട്, ഞാൻ കിടക്കുന്ന അപ്പൊ അവിടെ ഇത്തിരി അകലമാണോ, അവിടെ അത്രയ്ക്ക് വെള്ളമുണ്ടോ? അതെ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ഉമ്മയൊക്കെ പറഞ്ഞു വന്നപ്പോ പുള്ളി അവർ ഈ തവള കൊടുക്കുന്ന രക്ഷപ്പെട്ടേക്കാൻ എന്താ മാർഗം വിചാരിച്ച് അവരൊരു വിധം കരക്ക് കയറി പോയി രാത്രിയായി ചെന്ന് പെട്ടത് ഒരു വീടിന്റെ ഒരു ജനാലക്ക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചിന്തിക്കുക, എന്ത് പറയണം, എവിടെ പറയണം, എപ്പോൾ പറയണം, എങ്ങനെ പറയുന്നതിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും. പ്രസന്നാം വരയേ കന്യാം ഗുരുമാതൃപിതൃപ്രിയാം ഉത്തമാഭിജനാം ധർമ്മ്യാം സുശീലാം ലക്ഷണാന്വിതാം പ്രസന്നാം വരയേത് കന്യാം ഗുരുമാതൃപിതൃപ്രിയാം തയാ ദയിതയാ ധർമ്മം ആചരന്നേന്ദ്രിയ ധർമായ ജീവനം നൂനം പ്രജായേച്ച ഗൃഹവ്രതം ദാനായ ധനസമ്പത്തിർ ഗാർഹസ്ഥ്യേ വിഹിതേഹിത ഗാർഹസ്ഥ്യേ. ഇനി പുഷ്പാഞ്ജലികൾ കൊണ്ട് അർച്ചന ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഓരോരോ പുഷ്പാഞ്ജലി മന്ത്രങ്ങളെയും ചൊല്ലിത്തരാം. നിങ്ങൾ എന്തേ എല്ലാവരും ഒരുമിച്ച് ഓം ശ്രീ ശാരദാംബികായെ നമഃ എന്ന് ചൊല്ലി ഒരു പുഷ്പമെടുത്ത് അത് അമ്മയുടെ പാദത്തിലേക്ക് ഇങ്ങനെ സമർപ്പിക്കും കേട്ടോ. ഒരുപാട് പുഷ്പം എടുക്കരുത്. അമ്മമാരുടെ പാദങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് വെച്ച് അവരുടെ പൂജ ഏറ്റുവാങ്ങാൻ വിധത്തിൽ തയ്യാറായിരിക്കും. शिव
ശാരദാംബികായേ നമഃ. ഓം സുരവന്ദിതായേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. നല്ലൊരു കാണിച്ചു കൊടുക്കും. മെല്ലെ. ഓം മാതൃദേവോ ഭവ. ദീപം സമർപ്പിക്കുക. നേരെ കാണിച്ചു കൊടുക്കും. ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ എല്ലാവരും ദീപം കാണിച്ചു കൊടുക്കുന്ന ഫോട്ടോസ് എടുക്കണം. സ്റ്റിൽ എടുക്കണം. വീഡിയോ മാത്രം പോലെ. ഓം മാതൃദേവോ ഭവ. ഓം മാതൃദേവോ ഭവ. ഓം ശ്രീ ശാരദാംബികായി നമോ. ഒഴിഞ്ഞു കൊടുക്കും. കൃപയാൽ അങ്ങനെ കുടിച്ചാൽ മതി കേട്ടോ. സ്വാമി കൃപയാൽ വരമേകൂ. ഓം ജയ ശ്രീ ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി. ഭക്തജനങ്ങളിലെന്നും കൃപയാൽ വരമേകൂ. സ്വാമി കൃപയാൽ വരമേകൂ. ജ്ഞാനപീയൂഷം ഞങ്ങളിലേകി അമരത നൽകിടൂ. സ്വാമി അമരത നൽകിടൂ. തൃപ്പദ പൂജക ഞങ്ങൾ, തൃപ്പദ പൂജക ഞങ്ങൾ. തവ കൃപയേക ബലം സ്വാമി, തവ കൃപയേക ബലം. ഓം ജയ ശ്രീ ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി. ഭക്തജനങ്ങളിലെന്നും കൃപയാൽ വരമേകൂ. സ്വാമി കൃപയാൽ വരമേകൂ. ഗുരുജയ മന്ത്രധ്വനിയേ ഞങ്ങൾക്കേകവ്രതം. സ്വാമി ഞങ്ങൾക്കേകവ്രതം. ഓം ജയ ശ്രീ ഗുരുസ്വാമി. ഓം ജയ നമ്മൾ ഈ സ്പീഡിൽ പാടി പാട്ട് തീർക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് പഠിച്ചിരുന്ന എല്ലാവരും പരിഹരിക്കുന്നതാണ്. ആരാ ഒന്ന് തന്നെ ഇവിടെ ഒന്ന് പാടാം, എല്ലാവരും കൂടെ ഒരുമിച്ച് പാടും. അപ്പോൾ ഇനി ഞാൻ പാടാതെ നിങ്ങളെല്ലാവരും തനിയെ പാടും. ഓക്കെ. ഇനി മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയിലുള്ള ഈ ഒരു പാട്ട് അല്ലെ, ഈ ആരതി സ്തോത്രമാണ്. അപ്പോൾ എപ്പോഴാണ് ആരതി സ്തോത്രം പാടുന്നത്? ലാസ്റ്റ് ഭാഗം
അപ്പോൾ ഇത് പാടി നമുക്ക് സമർപ്പിക്കാം. ഇത് സ്വാമിജി നമുക്ക് പ്രത്യേക എഴുതുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പാടുമോ? തുടങ്ങി. लोकवीरं महापूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम्. स्वामिये शरणमय्यप्पा. കോലോത്തെത്തുമ്പോൾ അവിടെ എന്തുണമേ നീ എന്നുമെൻ കന